Hello dears, welcome back to Thunder Kitchen Recipes. ഇന്ന് ഞാൻ ഹോട്ടലുകളിൽ വെക്കുന്ന മീൻ കറി നമ്മൾ വീട്ടിൽ തന്നെ വളരെ സ്വാദിഷ്ടമായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. വളരെ സ്വാദിഷ്ടമാണ് ഹോട്ടൽ മീൻ കറി. നമ്മൾ എത്ര കഴിച്ചാലും അത് മതിയാവില്ല. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഹോട്ടലിലെ മീൻ കറി. തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ചീത്താവുകയുമില്ല. വളരെ സ്വാദിഷ്ടമാണ് ഹോട്ടൽ മീൻ കറി. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മീൻ കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, അതായത് തരിതരിയായിട്ട് പൊടിച്ച ഉണക്കമുളക് പൊടിയാണിത്. അത് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡറും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കുതിർത്തിയെടുക്കുക. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മൾ നന്നായിട്ട് ഇത് പേസ്റ്റാക്കി എടുക്കണം. ഇതാണ് നമ്മളുടെ ഈ മീൻ കറിയുടെ ഗ്രേവിക്ക് കൊഴുപ്പ് കൂട്ടുന്ന അരപ്പ്. ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല കൊഴുത്ത ഗ്രേവി നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടതും 2 വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 8-10 ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞതും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 വലിയ സവാള ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തത് വേണം, നേരിയതാക്കി കട്ട് ചെയ്തതാണ്. പിന്നെ 2 പച്ചമുളകും വേണം. പുളിക്ക് വേണ്ട വാളംപുളിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പുളി എടുക്കുക. അത് വെള്ളമൊഴിച്ച് നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണം. ഞാനിവിടെ 1/2 കിലോ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ഈ മീൻ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കറി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം. മൺചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് വേപ്പില ചേർക്കുക. പിന്നെ ഇഞ്ചിയും വട്ടത്തിലരിഞ്ഞ ചെറുള്ളിയും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്ത് ചെറുള്ളിയൊക്കെ നന്നായിട്ട് ചുവന്ന് വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് പേസ്റ്റാക്കിയ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഈ ഇഞ്ചിയിലും ഉള്ളിയിലും കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം, നന്നായിട്ട് മൂക്കണം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യും. അതുവരെ നമുക്കിത് വഴറ്റിക്കൊടുത്ത് കുക്ക് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് കുക്കായി കിട്ടും. അരപ്പ് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ചട്ടിയിൽ നിന്നൊക്കെ വിട്ടു പോരും, എണ്ണയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോകുന്നത്. നല്ല നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഈ പാകം വരെ നമ്മളിത് മൂപ്പിക്കണം. അരപ്പ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അരപ്പ് വെള്ളം ചേർക്കാം. നമ്മൾ മിക്സിയുടെ ജാറ് ചുറ്റിച്ചെടുത്ത വെള്ളമാണ് അതിപ്പോൾ ചേർക്കാം. എന്നിട്ട് ഈ അരപ്പ് ഈ വെള്ളത്തിൽ നന്നായിട്ട് അഴിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ പിഴിഞ്ഞെടുത്ത പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്തിട്ട് നമുക്ക് വീണ്ടും ആവശ്യമുള്ള വെള്ളവും കൂടി ചേർക്കാം. ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, കുറേ സവാളയും പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ടായല്ലോ, അതെന്ത് ചെയ്തു എന്ന്. അതാണ് ഞാനിനി പറഞ്ഞുതരാൻ പോകുന്നത്. അതെന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് മൂടി വെച്ച് ഇത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്കൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് നടുവെ പിളർന്ന് ഇതിലേക്ക് ചേർക്കാം. മീഡിയം ഹീറ്റിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യുക. ഇപ്പോൾ സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സവാളയും പച്ചമുളകും നന്നായിട്ട് വാടിയത് നമുക്ക് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കിയ സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളക്കുന്നത് വരെ കുക്ക് ചെയ്യാം. ഈ സമയത്ത് ഇതിൽ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാം. പോരാത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ മൂടി വെച്ച് നന്നായിട്ട് തിളച്ച് ഗ്രേവിയിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവി കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഹോട്ടലിലെ മീൻ കറിയുടെ ഗ്രേവി പോലെയാണ് ഇരിക്കുന്നത്. മീൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. നെയ്മീൻ തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. മത്തി, അതുപോലെ അയല, പിന്നെ അതുപോലെ കട്ട്ള, അങ്ങനെയുള്ള മീനുകളൊക്കെ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കാവുന്നത് വരെ മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റ് നമുക്ക് മീഡിയം ഹീറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കാൻ നിർബന്ധമുള്ളവർക്ക് ഇപ്പോൾ ചേർത്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല. ഹോട്ടൽ മീൻ കറിയുടെ പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. വേപ്പില ചേർത്തതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒരു മിനിറ്റ് കുക്ക് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഗ്രേവിയാണ്. ഗ്രേവി കാണുമ്പോൾ തന്നെ കൊതിയാവും. കണ്ടില്ലേ, ഹോട്ടലിലെ ഗ്രേവി ഇതുപോലെയല്ലേ ഇരിക്കുന്നത്. നമുക്ക് പ്ലേറ്റിലെടുത്ത് വെച്ച് വരുമ്പോൾ ഇതുപോലെ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത ഗ്രേവിയാണ്. വളരെ ടേസ്റ്റുമാണ്. നമുക്കിനി ഇത് മൂടി വെച്ച് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞതാണ്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് പാട ചൂടിയതുപോലെ ഇരിക്കും നമ്മുടെ മീൻകറി. അതാണ് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കറി. ഇത് തേങ്ങാപ്പാൽ ചേർക്കാത്തതുകൊണ്ട് പിറ്റേ ദിവസമൊന്നും ചീത്താവൊന്നുമില്ല. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഹോട്ടൽ മീൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയിലൂടെ കാണാം. താങ്ക് യു.